ഹിന്ദു വംശഹത്യക്കെതിരെ ലോകമെമ്പാടും ഉയരുന്ന പ്രതിഷേധങ്ങൾ അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ലണ്ടനിൽ ഒരു വലിയ പ്രതിഷേധ റാലി നടക്കുകയുണ്ടായി. ജസ്റ്റിസ് ഫോർ ഹിന്ദു എന്ന ബാനറിന് കീഴിൽ ഹിന്ദു ആദർശ സംഘ് സംഘടിപ്പിച്ച റാലിയായിരുന്നു. അതിൽ വിദ്യാർത്ഥികള്, മുതിർന്നവര്, ഒപ്പം തന്നെ ആക്ടിവിസ്റ്റുകൾ അടക്കമുള്ളവർ പങ്കെടുത്തു. ഒരു വലിയ ബഹുജന റാലി തന്നെയായിരുന്നു. ഒപ്പം തന്നെ അവിടെ ഒരു ഡിജിറ്റൽ വാൻ ഉപയോഗിച്ചുകൊണ്ട്, ഒരു വാനിൽ പിടിപ്പിച്ചിരിക്കുന്ന ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ നടന്ന കൊലപാതകങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഈ ഒരു പ്രതിഷേധം അരങ്ങേറി ഇതിന് തൊട്ടു പിന്നാലെ തന്നെ അവിടേക്ക് ഖാലിസ്ഥാനികൾ അവരുടെ പതാകയുമായി എത്തുകയും ബംഗ്ലാദേശിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. തുടർന്ന് സ്ഥലത്ത് ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുകയും ഒടുവിൽ പോലീസ് ഈ ഖാലിസ്ഥാനികളെ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഈ ഹിന്ദു പ്രതിഷേധത്തിനെതിരെ ഖാലിസ്ഥാനികൾ രംഗത്തെത്തുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്. കാനഡയിലടക്കം ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, UK-അടക്കം ഹൈന്ദവ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഭീഷണികളൊക്കെ ഖാലിസ്ഥാൻകാർ വിവിധ രാജ്യങ്ങളിൽ നടപ്പാക്കി വരുന്ന ഒരു കലാപരിപാടിയാണ്. അത്തരത്തിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം UK-യിലും ഉണ്ടായിരുന്നത്. ഏതായാലും വലിയ രീതിയിൽ ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കുമായിരുന്ന ഒരു പ്രതിഷേധം. ആദ്യത്തേത് ഈ ബംഗ്ലാദേശിലെ ഹിന്ദു നരവേട്ടയ്ക്കെതിരെ ഹിന്ദുക്കൾ നടത്തിയ ഒരു വലിയ പ്രതിഷേധം. തൊട്ടു പിന്നാലെ അവിടെ എത്തിയ ഖാലിസ്ഥാനികൾ ബംഗ്ലാദേശിന് അനുകൂലമായി നടത്തിയ ഒരു പ്രക്ഷോഭം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബംഗ്ലാദേശികൾ പോലും എത്താത്ത ഇടത്താണ് ഖാലിസ്ഥാനികൾ എത്തിയിരിക്കുന്നത്. കാരണം ഒരു വിഘടനവാദ സ്വഭാവമുള്ള സംഘടനയാണെന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അവിടെ അരങ്ങേറിയ സംഭവങ്ങൾ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.